നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ യുവാവിനെ ആക്രമിക്കുകയും കാർ തല്ലി തകർക്കുകയും ചെയ്തു. പുതുക്കാട് സ്വദേശിയും പാലിയേക്കര ടോൾ പ്ലാസയിലെ മാനേജറുമായ 42 വയസ്സുള്ള ശ്യാംലാൽ പാർത്ഥസാരഥിക്കെതിരെയായിരുന്നു ആക്രമണം. കാലിന് സാരമായി പരിക്കേറ്റ ശ്യാംലാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രി 10:30 മണ്ണമ്പേട്ട വട്ടനാത്ര സഹകരണ ബാങ്കിന് മുൻപിലാണ് സംഭവം. സുഹൃത്തായ കല്ലൂർ സ്വദേശിയായ യുവാവാണ് തന്നെ ആക്രമിച്ചതെന്ന് ശ്യാം പറഞ്ഞു. ഇയാൾ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് ശ്യാമും മറ്റൊരു സുഹൃത്തും വട്ടനാത്രയിൽ എത്തിയത്. ബാങ്കിന് മുൻപിൽ കാർ നിർത്തി കാത്തു നിൽക്കുന്നതിനിടെ മറ്റൊരു വാഹനത്തിലെത്തിയ യുവാവ് ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം പറഞ്ഞ് കാറിന്റെ മുൻവശത്തെ 2 ഡോറുകളുടെയും ചില്ല് അടിച്ചു തകർത്ത ശേഷം ശ്യാമിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി അടിക്കുകയായിരുന്നു. ഇയാളിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ശ്യാം ബൈക്ക് യാത്രക്കാരന്റെ സഹായത്തോടെയാണ് ആശുപത്രിയിലെത്തിയത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ശ്യാമിനെ ആക്രമിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മടവാക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ വാതക ചോർച്ച പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുന്നു. പൈപ്പ് ലൈനിലെ വാതകം പൂർണ്ണമായും നീക്കം ചെയ്യുന്ന നടപടികൾ വെള്ളിയാഴ്ച വെളുപ്പിനോടെ പൂർത്തിയായി. എന്നാൽ വാതക വിതരണം പുനരാരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മടവാക്കരയിലെ പാചകവാതക പൈപ്പ് ലൈനിൽ ബുധനാഴ്ച രാവിലെയാണ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് അബദ്ധത്തിൽ തുളഞ്ഞതാണ് അപകടത്തിന് കാരണമായത്. തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വാതക വിതരണം നിർത്തിവെച്ചിരുന്നു. പൈപ്പ് ലൈനിൽ ബാക്കിയുണ്ടായിരുന്ന പാചകവാതകം 12 കിലോമീറ്റർ അകലേക്ക് തള്ളി നീക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. നെല്ലായി വയലൂരിലെ വാൽവ് തുറന്ന് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പമ്പ് ചെയ്താണ് ഗ്യാസ് നീക്കം ചെയ്തത്. 8 മീറ്ററോളം താഴ്ചയിലാണ് പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. വാതകം പൂർണ്ണമായും ഒഴിഞ്ഞ പൈപ്പിൽ വെള്ളം നിറച്ച ശേഷമേ ഇനി ചോർച്ചയടയ്ക്കാനുള്ള സാങ്കേതിക നടപടികൾ ആരംഭിക്കാൻ കഴിയൂ. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വിതരണം സാധാരണ നിലയിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് KSPPL കമ്പനി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് ഇടിവ് തുടരുന്നു. ഇന്ന് പവന് 2200 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 1,07,040 രൂപയിലേക്ക് താഴ്ന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ പ്രകടമായ ചാഞ്ചാട്ടം തുടരുകയായിരുന്നു. ഇന്ന് ഗ്രാമിനും പവനും വൻ വിലക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 13,350 രൂപയായി. ശനിയാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ വിപണിയിൽ തന്നെ ഈ മാറ്റം പ്രകടമായിരുന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യത്യാസവുമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചതെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവാഹ സീസൺ അടുത്തുവരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഈ വൻ ഇടിവ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കളെ വലച്ച KCB കരാർ മീറ്റർ റീഡർമാർ പണിമുടക്കിലേക്ക്. വേതന വർധനവും തൊഴിൽ സംരക്ഷണവും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച മാർച്ച് 23 സംസ്ഥാന വ്യാപകമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാനാണ് സംയുക്ത സമിതിയുടെ തീരുമാനം. വർഷങ്ങളായി തുടരുന്ന അവഗണനയ്ക്കെതിരെയാണ് KCB ഓൾ കേരള മീറ്റർ റീഡേഴ്സ് യൂണിറ്റി സമരകാഹളം മുഴക്കുന്നത്. കരാർ ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക, നിലവിലെ തുച്ഛമായ വേതനത്തിൽ കാലോചിതമായ വർധനവ് നടപ്പിലാക്കുക, തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിത ജോലിഭാരം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പലതവണ അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ നിലപാട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നു. മാർച്ച് 23 നടക്കുന്ന പ്രതിഷേധം സൂചന മാത്രമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെയുള്ള കടുത്ത സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും മീറ്റർ റീഡേഴ്സ് യൂണിറ്റി മുന്നറിയിപ്പ് നൽകുന്നു.
സർക്കാർ ജീവനക്കാരുടെ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകുമെന്ന വാഗ്ദാനം നൽകി സംസ്ഥാന സർക്കാർ ജീവനക്കാരെ പറ്റിക്കുകയാണെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ആരോപിച്ചു. കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് 51ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ബാധ്യതകൾ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KP ദീപു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ, ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ്, ജില്ലാ സെക്രട്ടറി V യൂനസ്, M വിനോദ്, ജോഷി കൊള്ളന്നൂർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TG രഞ്ജിത്ത്, TP ഹനീഷ് കുമാർ, ജില്ലാ ട്രഷറർ ലിജോ M ലാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ബ്രാഞ്ച് മുൻ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PG സുരേന്ദ്രനാഥനെ ചടങ്ങിൽ ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു. സമ്മേളനത്തിൽ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഉൾപ്പെടെയുള്ള സ്ഥലമാറ്റ ഭീകരത രക്തസാക്ഷി റവന്യൂ വകുപ്പിലെ കൊല്ലം ജില്ലയിലുള്ള വില്ലേജ് ഓഫീസർ അംഗം വടക്കോട്ട് കാസർഗോഡ് മണ്ഡലം കർണാടകയുടെ ഓറഞ്ച് എന്ന സ്ഥലം മാറ്റപ്പെട്ട് ഭാഷയറിയാതെ സ്ഥലമാറ്റം നിഷേധിക്കപ്പെട്ട് മനപ്രയാസത്തിൽ ആത്മഹത്യ ചെയ്ത പോൾ തോമസ് ഉൾപ്പെടെയുള്ള ആളുകളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ സമ്മേളനം കഴിയുമ്പോൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സംഘടനാത്മകമായ എന്തെങ്കിലൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി പിന്നീട് കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,380 രൂപയും പവന് 1,07,040 രൂപയും രേഖപ്പെടുത്തി. കനകമല കണ്ണമ്പുഴ ബെന്നിയുടെ മകൻ ബെൻസൺ അന്തരിച്ചു. 26 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജിൻസിയാണ് അമ്മ, നിമ്ന സഹോദരിയാണ്. തലവണിക്കര തൊട്ടിപ്പറമ്പിൽ മണി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.